അപ്പോൾ ഗൈസ് വെൽക്കം ടു അനദർ വ്ലോഗ്. ഇന്നിവിടെ നെറ്റില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഇപ്പോൾ സമയം 4:05. ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കാം, അല്ലാതെ വേറൊരു എൻ്റർടൈൻമെൻറ്റും ഇല്ല. അപ്പം ഞാൻ വിചാരിച്ചു 4 മണിയായി, അച്ഛനമ്മയും വരാറായി. അപ്പം അച്ഛനമ്മയ്ക്ക് വേണ്ടി ഒരു സ്നാക്ക് ഉണ്ടാക്കാമെന്ന്. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന സ്നാക്ക് ഏതാണെന്ന് നെറ്റിൽ 10 മിനിറ്റോളം അന്വേഷിച്ചതിന് ശേഷമാണ് ഞാൻ മനസ്സിലാക്കിയത് അത് കേസരിയാണ്. അപ്പോൾ ഐ തോട്ട് നമുക്ക് കേസരി ഉണ്ടാക്കാം. കേസരി ഈസ് വെരി സിമ്പിൾ ടു മേക്ക് അക്കോർഡിംഗ് ടു ദ യൂട്യൂബ് റൂൾസ്. യൂട്യൂബിൽ കാണുന്നതനുസരിച്ച് വളരെ സിമ്പിളാണ്. സോ നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ നമ്മളവിടെ പറഞ്ഞു നിർത്തിയാൽ ഞാൻ പെട്ടെന്ന് ഡ്രസ്സൊക്കെ മാറി ഒന്ന് വൃത്തിയായി. ഞാൻ വ്ലോഗ് എടുക്കുകയാണെന്ന് ഇപ്പോഴാണ് ഓർക്കുന്നത്. ആദ്യം നമുക്ക് ചെയ്യേണ്ടത് ആവശ്യമായ സാധനങ്ങൾ എടുക്കണം. അതെന്തൊക്കെയാണെന്ന് ആദ്യം ഞാൻ ഒന്നുകൂടി യൂട്യൂബിൽ നോക്കിയിട്ട് വരാം. അപ്പോൾ ഗൈസ്, ആദ്യം കേസരി ഉണ്ടാക്കാൻ വേണ്ടത് പാനായിരുന്നു. ഞാൻ ഈ പാൻ കുറച്ചൊക്കെ തപ്പിയെടുക്കുക ചെയ്തത്. എന്നിട്ട് പാനിൽ കുറച്ച് നെയ്യ് ഇടുക. അത് നലുത്ത് വന്നിട്ട് ശേഷം ഉണ്ടായതാണ്. നെയ്യ് എടുത്ത് അടുപ്പത്ത് വെച്ചിട്ടാണ് ഞാൻ മനസ്സിലാക്കണത് ആ സത്യം. എനിക്ക് ഈ വീട്ടിലെ റവ എവിടെ ഇരിക്കണമെന്ന് അറിഞ്ഞതാണ്. ഇതിൻ്റെ അകത്ത് എവിടുന്നോ നമ്മൾ തപ്പിയെടുക്കണം. ഇതിൻ്റെ അകത്ത് എവിടെയാണ് റവ ഇരിക്കുന്നത്. എന്നാലും ഞാൻ ഒന്ന് തപ്പട്ടെ. കുറച്ച് നേരം ഞാൻ അതിൻ്റെ അകത്ത് കിട്ടുന്ന തപ്പിയ അവസാനം കിട്ടി. ഇതാണ് കിട്ടിയത്. അത് കഴിഞ്ഞ് നമ്മൾ ആ റവ കുറച്ചെടുത്ത് ആ ചൂടായ നെയ്ക്കകത്തിട്ട് നല്ല രീതിക്ക് വറുത്തെടുക്കണം. ഈ ഒരു റോസ്റ്റഡ് പരിവൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്കിതെടുത്ത് മാറ്റി വെക്കാം. മാറ്റി വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ആ പാനിലോട്ട് തന്നെ കുറച്ച് വെള്ളം ഒഴിക്കുക. അതൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും ആ റോസ്റ്റഡ് റവ എടുത്തിട്ട് നല്ല രീതിക്ക് കല്ലാവാത്ത രീതിയിൽ, കട്ടി പിടിക്കാത്ത രീതിയിൽ നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. എന്നിട്ട് ഇളക്കി കൊടുത്ത് ഒരു ഡ്രൈനെസ് ഒക്കെ വരുമ്പോഴത്തേക്കും കുറച്ച് വെള്ളം വീണ്ടും ആഡാക്കി അത് നല്ലൊരു ടെക്സ്ചറിലാക്കി എടുത്തിട്ട് അത്യാവശ്യം ഒരു സ്റ്റേജ് എത്തുമ്പോഴത്തേക്കും നമ്മൾ കുറച്ച് പഞ്ചസാര ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. ഞാൻ അതിനകത്ത് മേളിൽ കവർ ചെയ്യുന്ന രീതിയിട്ടുണ്ട്. അപ്പോൾ പഞ്ചസാരയുടെ ഈ ഇതൊക്കെ ഇറങ്ങി വന്നാൽ അത് കുറച്ചുകൂടെ ഒന്ന് ലൂസ് ആകുമ്പോഴത്തേക്കും കളറിന് വേണ്ടി എല്ലാവരും ഫുഡ് കളർ ചേർക്കുമ്പോൾ ഞാൻ ഇവിടെ ലേശം മഞ്ഞപ്പൊടിയാണ് ചേർത്ത്. മഞ്ഞപ്പൊടി ചേർത്ത് ഇതൊന്ന് മിക്സ് ആക്കി എല്ലാം സെറ്റാക്കി എടുത്തപ്പോഴത്തേക്ക് സെറ്റായി. പിന്നെ ഞാൻ തണുക്കാൻ വെച്ചു. അതിനകത്ത് നല്ല സെറ്റായിട്ടുണ്ട്. അമ്മയച്ഛനും വന്ന് അവർക്ക് കൊണ്ട് കൊടുക്കാം. ടേസ്റ്റി ആർക്കയച്ചു കൊടുക്കാനാ? ഫ്രണ്ട്സിനും കൊണ്ട് കൊടുത്ത് അവർക്കും ഇഷ്ടമായി. അത്രയുള്ള ഗൈസ്. ബൈ. അടുത്ത വ്ലോഗ് കാണാം.